future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പണിയാൻ വന്നിരിക്കുന്നത് ഒഡീസിയുടെ ഒരു ബൈക്കാണ്, സ്പോർട്സ് ബൈക്കാണ്. നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്രാണയുടെയൊക്കെ ഒരു ഏകദേശം ഒരു വേറൊരു വേരിയേഷനാണിത്. ഇത് നമ്മുടെ 3-4 ബ്രാൻഡുകൾ ഇപ്പോൾ ഈ രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെയിലുള്ളത് ഇപ്പം ഒഡീസിക്ക് മാത്രമാണ് നിലവിലിപ്പോൾ സെയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ ഇഷ്യൂ ആണ്. അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് മോട്ടർ റണ്ണിങ് ആവാത്ത കണ്ടീഷനിലാണ് വന്നത്. അപ്പോൾ ഷോറൂമിൽ കൊടുത്തപ്പോൾ പറഞ്ഞ് മോട്ടറിൻ്റെ വൈൻഡിങ് കത്തിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പം വാറണ്ടി കഴിഞ്ഞ് 1 വർഷമാണ് മോട്ടറിന് വാറണ്ടി പറയുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പറഞ്ഞ് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പേയ്മെൻറ്റ് കൊടുത്ത് പുതിയ മോട്ടർ വാങ്ങിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ മോട്ടർ വൈൻഡിങ് കത്തിപ്പോയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം സംഭവം പിന്നെ അവിടെ നിന്ന് 4 മാസം കൊണ്ട് എടുത്തൊക്കെ തിരിച്ച് മോട്ടർ കിട്ടാനായിട്ട് അവർ ശരിയാക്കാനായിട്ട് കമ്പനിയിൽ അയച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മോട്ടർ റെഡി ആയില്ല. അപ്പോൾ കസ്റ്റമർ അടുത്ത് പുതിയ മോട്ടർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ അവർക്ക് അയച്ചു കൊടുത്ത പഴയ മോട്ടർ തിരിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ട് തന്നു. ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം വൈൻഡിങ്ങിൽ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. അത് കണക്ക് തന്നെ ഇവർ സെൻസറൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ടേപ്പൊക്കെ അടിച്ചാണ് വെച്ചിരിക്കുന്നത്, ഇൻസുലേഷൻ ടേപ്പൊക്കെ അടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിന്ന് കറക്റ്റ് ആക്കണം. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് വൈൻഡിങ്ങിൽ പ്രോബ്ലം ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കേബിളിൽ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. അതായത് ഈ പോകുന്ന ലൈനിൽ ഇടയ്ക്ക് ഈ വയറ് ഇവിടുന്ന് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതാണ്ട് ഈ പോകുന്ന വയറ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് മോട്ടറിൽ വന്ന ഫോൾട്ട്. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു വൈൻഡിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി അറ്റത്ത് ചെക്ക് ചെയ്തായിരിക്കും. വൈൻഡിങ്ങിൻ്റെ കണ്ടിന്യൂറ്റി അറ്റത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഒരു ഫേസിന് കണ്ടിന്യൂറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ മോട്ടർ കത്തിപ്പോയതെന്ന് പറഞ്ഞത്. ഇത് സംഭവം നമ്മൾ മൾട്ടിമീറ്ററിന് ഇവിടെ നിന്ന് വയറിൻ്റെ കണ്ടിന്യൂറ്റി നോക്കിയപ്പോഴത്തേക്കിന് ഒരു വയറിന് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. വൈൻഡിങ്ങിന് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വൈൻഡിങ്ങിന് കണ്ടിന്യൂറ്റി കിട്ടുന്നത്. അപ്പം വൈൻഡിങ്ങിന് പ്രോബ്ലം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് വയറ് ചെക്ക് ചെയ്തത്. വയറ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് കണ്ടത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തടങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇതൊരു ഫോൾട്ട് പോലെ തോന്നി. അപ്പോൾ അവിടെ കയറി കറക്റ്റായിട്ട് അവിടെ തന്നെ ആയിരുന്നു വൈൻഡിങ്ങിൻ്റെ ലൈൻ കട്ടായിരിക്കുന്നത്. ഇതിന് ഈ വയറൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് ഈ സെൻസറിൻ്റെ വയറെല്ലാം പ്രോപ്പറായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. ഇതെല്ലാം ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ നമുക്ക് റണ്ണിങ് ആക്കാൻ പറ്റത്തില്ല. കാരണം ഈ വയർ എവിടെയെങ്കിലും കയറി ഉടക്കി കഴിഞ്ഞാൽ എല്ലാം അടിച്ചു പറഞ്ഞ് പോകും. അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം പ്രോപ്പറായിട്ട് സ്ലീവലായിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ഈ മോട്ടർ നമുക്ക് വണ്ടിയിൽ കയറ്റി ഒന്ന് റൺ ചെയ്ത് നോക്കണം, മോട്ടർ റണ്ണിങ് ആണോ എന്നുള്ളത്. റണ്ണിങ് ആണെങ്കിൽ കസ്റ്റമറിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ പിന്നെ മോട്ടർ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ പുതിയ മോട്ടറിന് ഏകദേശം 28,000 രൂപ കൊണ്ട് വരുമെന്നാണ് കസ്റ്റമറുടെ അടുത്ത് ഷോറൂമുകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് ആയതുകൊണ്ടാണ് പുള്ളി നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് റണ്ണിങ് ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒഡീസി ബൈക്കിൻ്റെ സെൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് വാട്ടർ സീലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം 2 സൈഡ് നമ്മൾ വാട്ടർ സീൽ ചെയ്തിട്ടുണ്ട്, വെള്ളം കയറാത്ത രീതിയിൽ. അപ്പോൾ ഈ മോട്ടർ ഇളക്കി സെറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വാട്ടർ സീൽ ചെയ്യണം. അല്ലാതെ ചുമ്മാ കവർ എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറും. അതിനൊക്കെ തന്നെ വാട്ടർ സീൽ ചെയ്യുന്ന സമയത്ത് പഴയ സീല് ഫുള്ളായിട്ട് ചുരണ്ടി ഇളക്കി കളഞ്ഞിട്ട് വേണം പുതിയ സീലിൻ്റെ ഇടാൻ. അല്ലാതെ പഴയ സീലിൻ്റെ മേളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാലും അത് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ വാട്ടർ സീൽ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ സെൻസർ മാറി ഫുള്ള് വാട്ടർ സീൽ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇതിൻ്റെ ബ്രേക്കായ കേബിള് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ ഫുൾ കേബിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ കേബിളിന് ഭയങ്കര വിലയാണ്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ കേബിൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പറായിട്ട് DC കേബിൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ കപ്ലിംഗ് ഇട്ട് തന്നെ ജോയിൻ ചെയ്യണം. അല്ലാതെ സാധാ വയർ പിരിച്ച് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തിപ്പോകത്തുള്ളൂ. കാരണം DC പവറാണ്, നല്ല ഹൈ ആംബിയറാണ് ഇതിൻ്റെ അകത്ത് കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കത്തിപ്പോവും. അപ്പം നമ്മൾ ആ കപ്ലിംഗ് ഇട്ട് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് അതിനൊക്കെ തന്നെ കേബിൾ ഇൻസുലേഷൻ ചെയ്യുന്ന രീതിയിൽ 2-3 ലെയർ വെച്ച് ഇൻസുലേഷൻ ചെയ്തതിന് ശേഷമാണ് വെള്ളം കയറാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇത് കേബിൾ എപ്പോഴും താഴെ കൂടെ വരുന്നതാണ്, വെള്ളം കയറുന്ന സാധ്യത കൂടുതലാണ്. അപ്പം മാക്സിമം വാട്ടർ പ്രൂഫായിട്ട് തന്നെ സീൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ കേബിൾ മൊത്തത്തിൽ മാറാനാണെങ്കിൽ 14,000 രൂപ കേബിളിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു വയർ ബ്രേക്കിന് വേണ്ടിയിട്ട് മാത്രം ഇത് ഫുൾ സെറ്റോടെ മാറേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുത്തത്. അല്ലാതെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേബിൾ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല നല്ല വിലയാണ് ഈ കേബിളിന് വരുന്നത്. അപ്പം മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ടയർ ഇളക്കിയ സമയത്ത് അവരെന്തോ കമ്പിവരൊക്കെ വെച്ചാണ് കുത്തി ഇളക്കിയെന്ന് തോന്നുന്നു. ഫുള്ള് സ്ക്രാച്ചായിരുന്നു. കാരണം ഈ ട്യൂബ്ലെസ് ടയർ ആകുമ്പോഴത്തേക്കിന് കറക്റ്റ് മെഷീനിൽ തന്നെ എല്ലാവരും ഇളക്കാൻ നോക്കുക. ഇങ്ങനെ കമ്പിപ്പാര സ്കൂട്ടർ ടയറൊക്കെ കയറ്റി ഇളക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലെല്ലാം സ്ക്രാച്ച് വീഴും. പിന്നെ ട്യൂബ്ലെസ് ടയർ ഇട്ട് കഴിഞ്ഞാൽ എയർ നിൽക്കത്തില്ല, എയർ ലീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്ക്രാച്ചുള്ള സൈഡെല്ലാം നമ്മൾ ഫയലിൽ നിന്ന് സ്മൂത്തനിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം.
ഇതൊന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം വേണം ടയർ ഇടാൻ. ടയർ ഇട്ടിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പം മോട്ടറിൻ്റെ എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീർത്തിട്ടുണ്ട്. മോട്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, വയറിംഗ് എല്ലാം ചെയ്ത് തിരിച്ചെല്ലാം റീഅസംബിൾ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് കൊണ്ടുവന്നതുകൊണ്ടാണ് മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുന്നത്. അറിയാലോ, മഴക്കാലമാണ്. അപ്പോൾ റോഡിലൂടെ അത്യാവശ്യം ഒന്ന് ഓടിച്ച് നോക്കി, നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു നോക്കി. കാരണം സെൻസറൊക്കെ ചേഞ്ച് ചെയ്തല്ലേ, പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നൊക്കെ നല്ല രീതിയിൽ ഓടിച്ചു നോക്കി. അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടിരിക്കുന്ന വണ്ടിയാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മോട്ടർ കത്തിപ്പോയി മോട്ടർ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ കമ്പനിക്കാർ പറഞ്ഞത്. നിസ്സാരമായ തുകയ്ക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ മോട്ടർ കത്തിപ്പോയ മോട്ടറുകൾ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, അപൂർവമായിട്ടാണ് അങ്ങനത്തെ കേസ് വരുന്നത്. ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതാണ്ട ഓരോ ഫേസ് വെച്ച് കത്തിപ്പോയിട്ടുണ്ട്, ഓരോ ഫേസായിട്ട് കത്തിയിട്ടുണ്ട്. ഈ വണ്ടിയിൽ നമ്മൾ വൈൻഡിങ് ഷോർട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ചെക്ക് ചെയ്തപ്പോൾ മോട്ടറിൽ ലൈൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് റെഡിയാക്കിയിട്ടപ്പോഴത്തേക്കും സെൻസർ, ഇത് കമ്പനിക്കാരയച്ച് സെൻസറൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നോക്കിയാണ്. അപ്പോൾ സെൻസർ ഫോൾട്ട് ഉണ്ടായിരുന്നു. ഓണാക്കുമ്പോൾ ഇവിടെ സെൻസറിൻ്റെ സിമ്പിൾ കത്തി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സെൻസറെല്ലാം ചേഞ്ച് ചെയ്ത് അതെല്ലാം പ്രോപ്പർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി പക്ക വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണക്ക് നിലവിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഇപ്പോൾ ഏത് ബ്രാൻഡായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഓല ചെയ്യുന്നുണ്ട്, ഏതർ ചെയ്യുന്നുണ്ട്, TVS iQube, ഒഡീസിയ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഡെഡായിട്ട് കിടക്കുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ട്, ഷോറൂമുകാർ വലിയ എമൗണ്ട് ആവുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരുപാട് റിവോൾട്ടിൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട്, സർവീസ് കിട്ടാതെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അപ്പം പലരും അവർക്ക് വീടുകളിൽ ചെന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന കേസല്ല. കാരണം ഞാനിവിടെ ഇപ്പോൾ ഷോപ്പായിട്ട് ഇട്ടിരിക്കുമ്പോൾ ഇവിടെ ആൾക്കാർ വണ്ടിയും കൊണ്ട് പണിയാൻ വരുമ്പോൾ എനിക്ക് ഷോപ്പ് അടച്ചിട്ട് വീടുകളിൽ പോയി അത് ചെയ്യാന്നുള്ളത് പ്രോപ്പറായിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല. മാത്രമല്ല, വീടുകളിൽ നമുക്ക് ടൂൾസ് കൊണ്ടുവന്ന് ചെയ്യുന്നതിന് കുറേ പരിമിതികളുണ്ട്. നമുക്ക് ഷോപ്പിലാകുമ്പോഴത്തേക്കിന് അതിൻ്റെ എക്യുപ്മെൻറ്റും ടൂൾസും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് പണി എളുപ്പമായിരിക്കും, നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീടുകളിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് നമുക്ക് വണ്ടി റണ്ണിങ് ആക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. പ്രോപ്പർ വേയിൽ നമുക്കത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ മാക്സിമം വണ്ടി എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിസ്സാരമായ ചെറിയ ഫോൾട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ മേജറായിട്ട് ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരാനില്ല. കാരണം വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമുള്ള വണ്ടികളല്ല. കൂടുതലും സോഫ്റ്റ്വെയർ വരുമ്പോഴാണ് കൂടുതലും പ്രോബ്ലം വരുന്നത്. ഇതൊക്കെ നിസ്സാരമായ വണ്ടികളാണ്, വലിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ്. നിസ്സാരമായിട്ട് നമുക്ക് പണിയാവുന്ന വണ്ടികളാണ്. സാധാ ഇലക്ട്രിക് സ്കൂട്ടർ കണക്ക് തന്നെ പണിയാവുന്ന ഒരു ബൈക്കാണ് ഇതൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം ഇതേപോലെ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.